നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിലിനെ കേരള പോലീസ് അറസ്റ്റ് ചെയ്തതിന് തൊട്ടു പിന്നാലെ പോലീസ് ഉദ്യോഗസ്ഥരോട് അദ്ദേഹം ഒരു വെല്ലുവിളി നടത്തിയെന്ന ഒരു വാർത്ത പുറത്തു വരികയുണ്ടായി. താൻ ഉടനെ പുറത്തു വരുമെന്നും സ്വതന്ത്രനായി മത്സരിച്ചാൽ പോലും താൻ വിജയിക്കുമെന്നും രാഷ്ട്രീയമായി തന്നെ തകർക്കാൻ ആർക്കും കഴിയില്ല എന്നുമായിരുന്നു രാഹുൽ നടത്തിയ ആ വെല്ലുവിളികൾ. നിലവിൽ 3 പീഡന കേസുകളാണ് രാഹുലിന്റെ പേരിലുള്ളത്. അറസ്റ്റ് ഭയന്ന് ഒരിക്കൽ 1 മാസത്തോളം ഒളിവിൽ പോവുകയും ചെയ്തു. ഒടുവിൽ അറസ്റ്റ് നടന്നപ്പോൾ താൻ കേസിൽ നിന്ന് ഊരിപ്പോരുമെന്നും കോൺഗ്രസിന്റെ ലേബൽ ഇല്ലെങ്കിലും ജയിച്ചു കയറുമെന്നുമെല്ലാം പറയുകയാണ് പാലക്കാട് MLA രാഹുൽ. രാഹുലിന്റെ ഈ ആത്മവിശ്വാസത്തിന്റെ പിന്നിലെ കാരണങ്ങൾ എന്തായിരിക്കും എന്ന് ഇവിടെ വിശദമാക്കുന്നത്. കേരള നിയമസഭയിലേക്ക് ഇനി തിരഞ്ഞെടുപ്പിന് കുറച്ച് നാളുകൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. മാങ്കൂട്ടത്തിലാകട്ടെ പഴയ ഗ്ലാമർ പരിവേഷമൊന്നും നിലവിലില്ല താനും. എന്നിട്ടും ഇത്രത്തോളം ആത്മവിശ്വാസം അദ്ദേഹം പ്രകടിപ്പിക്കുന്നതിന് പിന്നിലെ കാരണങ്ങൾ എന്തായിരിക്കും? ഒന്നാമത്തെ കാരണമെന്ന് പറയാവുന്നത് നമ്മുടെ സമൂഹത്തിന്റെ ചില മുൻധാരണകളും പിന്തുടർന്നു വരുന്ന ചിന്താഗതികളും തന്നെ ആയിരിക്കും. വിവാഹിതരായ സ്ത്രീകളാണ് പരാതിക്കാർ എന്നതിനാൽ തന്റെ തെറ്റുകൾ മറച്ചു പിടിക്കാനായി സാധിക്കും എന്ന കാര്യമാണ് രാഹുൽ ഉപയോഗപ്പെടുത്തുന്നത്. സമൂഹത്തിന്റെ പിന്തുടർന്നു വരുന്ന ചിന്താഗതികൾ തനിക്ക് അനുകൂലമാക്കാനായി സാധിക്കും എന്നതാവാം ഈ ആത്മവിശ്വാസം നൽകുന്ന ഒരു കാര്യം. സൈബർ ഇടങ്ങളിലൊക്കെ നോക്കുമ്പോൾ രാഹുലിനെ അനുകൂലിക്കുന്നവർ പ്രധാനമായും ഉയർത്തുന്ന വാദവും ഈ പോയിന്റിൽ നിന്നുകൊണ്ട് തന്നെയാണ്. പാലക്കാട് MLA ആണ് ഇരയാക്കപ്പെട്ടത് എന്ന തരത്തിലുള്ള വാദങ്ങൾ പോലും ഉയർന്നു വരുന്നതായും കാണാനാവും. അതിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട 2 കാര്യങ്ങൾ കൂടിയുണ്ട്. ആദ്യത്തെ 2 കേസുകളിലും അറസ്റ്റ് നടന്നതില്ല. കോടതിയുടെ ഭാഗത്ത് നിന്ന് പ്രതികൂലമായ തീരുമാനം വന്നില്ല എന്നതെല്ലാം ആത്മവിശ്വാസം കൂട്ടുന്ന കാര്യങ്ങളുമായിരിക്കും. കേസിൽ നിന്ന് ഊരിപ്പോരാനുള്ള കാര്യങ്ങളെല്ലാം താൻ കരുതി വെച്ചിട്ടുണ്ട് എന്നൊരു കോൺഫിഡൻസും അതൊക്കെ അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്യുന്നുമുണ്ട്. പിണറായി വിരുദ്ധ ചേരിയുടെ ഹീറോ ആണല്ലോ രാഹുൽ. ഇക്കാരണത്താൽ തന്നെ രാഹുലിനെ പിന്താങ്ങുന്നവരുമുണ്ട്. ചിലർ കക്ഷി രാഷ്ട്രീയം പോലും നോക്കാതെ ഇക്കാര്യത്തിൽ ചില അഭിപ്രായങ്ങൾ രാഹുലിന് പിന്തുണ നൽകുന്നവരുമുണ്ട്. മറ്റൊരു പ്രധാന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാഷ്ട്രീയ എതിരാളികൾ കേസുകൾ രാഷ്ട്രീയ പകയുടെ ഭാഗമായി കൊണ്ടുവരുന്നതാണെന്നും അദ്ദേഹത്തെ കുടുക്കുന്നതാണെന്നും ഒരു പ്രചാരണം നടക്കുന്നുണ്ട്. ഇതും തനിക്ക് അനുകൂലമാവുമെന്നും രാഹുൽ കരുതുന്നുണ്ടാവും. ഉമ്മൻചാണ്ടിയെ കുടുക്കിയതുപോലെ രാഹുലിനെയും എന്ന തരത്തിലൊക്കെ പ്രചാരണം ശക്തവുമാണല്ലോ. കേസും വിവാദവും എല്ലാം കൂട്ടത്തോടെ വന്നിട്ടും രാഹുൽ പാലക്കാട് മണ്ഡലത്തിൽ സജീവമായി ഇടപെടാൻ ശ്രമിച്ചതൊക്കെ അധികാര രാഷ്ട്രീയത്തിൽ നിന്നും മാറി നിൽക്കാൻ തനിക്ക് താല്പര്യമില്ല എന്നതിന്റെ സൂചനകൾ കൂടിയാണ്. രാഷ്ട്രീയമായി തന്നെ തകർക്കാനാവില്ല എന്നാണ് രാഹുൽ പറയുന്നത്. രാഷ്ട്രീയ എതിരാളികൾ മാത്രമല്ല രാഹുലിനെ രാഷ്ട്രീയമായി തകർക്കാനായി ശ്രമിക്കുന്നത് സ്വന്തം പാർട്ടിക്കുള്ളിൽ നിന്നും അത്തരത്തിലുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട തരത്തിലുള്ള പ്രചാരണവും ശക്തമാണ്. സോഷ്യൽ മീഡിയയിലൊക്കെ ഈ പ്രചാരണം വലിയ തോതിൽ നടക്കുന്നുണ്ട്. രാഹുലിനെ അനുകൂലിക്കുന്നവർ പറ്റുന്ന അവസരങ്ങളിലെല്ലാം ഇത് പ്രചരിപ്പിക്കാനായി ശ്രമിക്കുന്നുണ്ട്. അതായത് സോഷ്യൽ മീഡിയയിലൊക്കെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ അവർ മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാരാണ് എന്ന കാര്യമൊന്നും പരിഗണിക്കാതെയാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം തന്നെ അവർക്കെതിരെ പ്രചരണം നടത്തുന്നതും. എടോ വിജയ ഗോവിന്ദ തുടങ്ങിയ പരാമർശങ്ങളും DYFIയുടെ പൊതിച്ചോറിന് നേരെയുള്ള രാഹുലിന്റെ പരിഹാസം പിന്നെ നിരവധിയൊക്കെ കാര്യങ്ങളും ഇതൊക്കെ വലിയൊരു ശത്രുപക്ഷത്തെ നേടിക്കൊടുക്കാനും കാരണമായിട്ടുണ്ട്. ഇതൊക്കെ മുൻനിർത്തി കഴിവുള്ള ഒരു യുവനേതാവിനെ രാഷ്ട്രീയമായി എതിരാളികൾ തകർക്കാനായി ശ്രമിക്കുന്നു എന്നൊരു പ്രചാരണവും തനിക്ക് അനുകൂലമാക്കാമെന്നും രാഹുൽ കരുതുന്നുണ്ടാവാം. തദ്ദേശ സ്വയംഭരണ ഇലക്ഷന്റെ ദിവസം പാലക്കാട്ട് വന്ന രാഹുലിനെ കോൺഗ്രസ് പ്രവർത്തകർ സ്വീകരിച്ച് ആനയിച്ചത് അദ്ദേഹത്തിന്റെ പ്രാദേശിക പിന്തുണയ്ക്കുള്ള തെളിവുമാണ്. അതേപോലെ തന്നെ പൊതുജന മധ്യത്തിൽ യാതൊരു സങ്കോചവും ഇല്ലാതെയായിരുന്നു അന്ന് രാഹുൽ ഇറങ്ങി പ്രവർത്തിച്ചതൊക്കെ. തെറ്റ് ചെയ്തിട്ടില്ല എന്നൊരു പ്രതീതി ഉണ്ടാക്കാനും ഇതെല്ലാം സഹായിക്കും എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നതും. തല കുമ്പിട്ട് മടങ്ങുന്നവർക്ക് പിന്നീട് തിരിച്ചുവരവ് പ്രയാസകരമാണ്. എന്നാൽ ഏത് പ്രതിസന്ധിയിലും കല്ലേറുകളിലും അകം വെന്താലും അത് പുറമേ കാട്ടാതെ നിൽക്കുന്നവരാണ് ജേതാക്കളാകുന്നത് എന്ന തത്വം തന്നെയാണ് രാഹുൽ പിന്തുടരുന്നതും. കോൺഗ്രസിലെ ഒരു വിഭാഗം ഘടകകക്ഷികളിലെ പിണറായി വിരുദ്ധ ചേരി എന്നിവരുടെ എല്ലാം പിന്തുണ തനിക്കുണ്ടാകും എന്നത് അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസത്തിനുള്ള ഒരു കാരണമാണ്. വിവാഹ വാഗ്ദാനം നൽകി വഞ്ചിച്ചു, ഗർഭഛിദ്രം നടത്തി എന്നീ കേസുകളിലെ 2 പരാതിക്കാരും വിവാഹിതരായ സ്ത്രീകളാണ്. ഇവർ പരാതിയുമായി മുന്നോട്ട് വരില്ല എന്നൊരു ആത്മവിശ്വാസവും രാഹുലിനുണ്ടായിരുന്നു. കാരണം സമൂഹം ഈ പരാതികൾ അംഗീകരിക്കില്ല എന്ന ഒരു കാരണം തന്നെയാണ് അദ്ദേഹത്തിന്റെ ഈ ആത്മവിശ്വാസത്തിന് പിന്നിൽ. പക്ഷെ അവിടെയായിരുന്നു കാര്യങ്ങൾ പാളിയത്. സൈബർ ഇടത്തിൽ രാഹുൽ അനുകൂലികൾ നടത്തിയ അതിജീവിതയ്ക്കെതിരെയുള്ള ചില ആക്രമണങ്ങളാണ് അവരെ പുറത്തു കൊണ്ടുവരാനുള്ള കാരണമായത്. വിവാഹിതർ എന്ന ലേബൽ തനിക്കുള്ള സുരക്ഷാ കവചമാവുമെന്ന ധാരണ അതോടെ തെറ്റുകയും ചെയ്തു. അവിടെയാണ് ആദ്യമായി അടി തെറ്റിയത്. എന്നാൽ കേസിൽ പെട്ടതിന് ശേഷവും സമൂഹത്തിന്റെ പിന്തുടർന്നു വരുന്ന ചില പരമ്പരാഗതമായ ചിന്താഗതികൾ തനിക്ക് അനുകൂലമാവും എന്ന കാര്യമാണ് രാഹുലിന് ആത്മവിശ്വാസം നൽകുന്നത്.
അതേസമയം മറ്റു ചില കാര്യങ്ങളും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. വിവാഹിതനായ ഒരു പുരുഷനോട് ഇഷ്ടം കാട്ടാനായി എന്തിനാണ് സ്ത്രീകൾ പോയത് എന്ന് ചോദിക്കുന്നവർ പോലും വിവാഹിതരായ സ്ത്രീകളോട് നിങ്ങൾ എന്തിന് അടുപ്പം കാട്ടാനായി പോയി എന്ന് രാഹുലിനോട് ചോദിക്കാറുമില്ല. ചിന്തകളിലെ ഈ വൈരുദ്ധ്യമാണ് രാഹുൽ രക്ഷാകവചമാക്കാനായി ശ്രമിക്കുന്നതും. സമൂഹത്തിന്റെ ചിന്താരീതികൾ, രാഷ്ട്രീയ എതിരാളികളുടെ വേട്ടയാടൽ എന്ന സിമ്പതി ഫാക്ടർ തുടങ്ങി പല ഘടകങ്ങളും തനിക്ക് തുണയാകുമെന്ന വിശ്വാസത്തിലാണ് പോലീസ് ഉദ്യോഗസ്ഥരോട് വെല്ലുവിളി നടത്താനായി രാഹുൽ തയ്യാറാകുന്നതിന് പിന്നിലുള്ള കാര്യവും. ഇത്തരം ആത്മവിശ്വാസമാണ് തനിക്ക് വീണ്ടും കേരളത്തിലൊരു ഇലക്ഷനിൽ നിൽക്കാനും വിജയിച്ച് കയറാനും സാധിക്കുമെന്നുള്ള ഒരു ആത്മവിശ്വാസത്തിലേക്ക് രാഹുലിനെ എത്തിക്കുന്നതും. എന്നാൽ രാഹുലിന്റെ ഈ ആത്മവിശ്വാസം എല്ലാ കാലത്തും ശരിയായി കൊള്ളണമെന്നില്ല. കാരണം സമൂഹം എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരാൾക്കെതിരെ നിരന്തരമായ പരാതിയുമായി സ്ത്രീകൾ രംഗത്ത് വരുന്നു. അതും പരാതികളുടെ എല്ലാം ഒരു രീതി എന്ന് പറഞ്ഞാൽ സമാനമായ രീതിയിലുള്ളതുമാണ്. അതുകൊണ്ട് തന്നെ ഇനിയും ഒരു തിരഞ്ഞെടുപ്പിൽ തനിക്ക് ജയിക്കാം, തന്നെ എല്ലാവരും അംഗീകരിക്കും, തന്നെ രാഷ്ട്രീയ എതിരാളികൾ വേട്ടയാടുന്നതാണ് എല്ലാ പ്രശ്നത്തിനും കാരണം, തന്നെ ടാർഗറ്റ് ചെയ്യുകയാണ്, ഇത്തരം വാദങ്ങൾ എല്ലാ കാലത്തും നിലനിൽക്കണമെന്നുമില്ല. സമൂഹത്തിന്റെ ഒരു വിഭാഗം അവർ നിശബ്ദമായിട്ടാണെങ്കിലും എല്ലാ രാഷ്ട്രീയക്കാരുടെയും പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നുമുണ്ട്. അത്തരം ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഈ സോഷ്യൽ മീഡിയയുടെ ഈ ആരവങ്ങളോ അല്ലെങ്കിൽ തന്നെ പിന്തുണയ്ക്കുന്ന ആളുകളുടെ സപ്പോർട്ടോ കൊണ്ട് മാത്രം ഒരു ഇലക്ഷന് ജയിക്കാമെന്നോ അല്ലെങ്കിൽ തൻ്റെ തെറ്റുകളൊക്കെ മറച്ചു വെക്കാമെന്നോ ഉള്ള രാഹുലിന്റെ ഈ ഒരു അമിത ആത്മവിശ്വാസം എല്ലാ കാലത്തും ശരിയായി കൊള്ളണമെന്നുമില്ല.